ബാബു നഹിയാനിൽ കസഴി ക്രോപ്പ് ചെയ്യലെ തൊട്ട് നെഹിന്ന് ബാബ് ബഹു അവിടെ ക്രോപ്പിംഗ് പറഞ്ഞാൽ എന്താ പറയുക, ഹൽക്കു ബാലിർ റസി ദൂന ബാലിൻ, തലയിലെ ചില ഭാഗം മുടി ഒഴിവാക്കുകയും കുറച്ച് ഭാഗം ഒഴിവാക്കാതിരിക്കുകയും ചെയ്യണതിൻ്റെ പേരാണത്. വൈബാഹത്തു വൈബാഹത്തി ഹൽക്കിഹി കുല്ലിഹി, തല മുഴുവൻ മൊട്ടയടിക്കൽ ഹലാലാണെന്ന് പറയുന്ന ബാബ് പൂർണ്ണമായും റജുലി പുരുഷനിക്ക്, ഇതുപോലെ മറത്തി പെണ്ണിനെ കൂടാതെ പെണ്ണിനെ അങ്ങനെ മൊട്ടടിക്കരുത്. അനിബിനു റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസ്ഇ, ഖസ്ഇനെ തൊട്ട് റസൂലുള്ളാഹി വിലക്കി. മുത്തഫഖുൻ അലൈഹി. വഅൻഹു അന്നഹു ഖാല റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബിയ്യൻ ഖദ് ഹലിക ബഅദു ശഅരി റഅസിഹി, ഒരു കുട്ടിയുടെ തലമുടിയിൽ അല്പം വടിക്കപ്പെട്ട നിലയിൽ ഉള്ള ഒരു കുട്ടിയെ മുത്തനബി കണ്ടു. അപ്പോൾ തുരിക്ക ബാലു എന്നാൽ കുറച്ച് ഒഴിവാക്കപ്പെട്ടു ചെയ്തതിന് മുടി കുറച്ച് മുടി അടിച്ചിട്ടുമില്ല. ഫനഹാഹും തങ്ങൾ ആ വിഭാഗത്തിനെ വിലക്കി അന്താലിക്ക ഈ പരിപാടിയെ തൊട്ട്. വക്കാല തങ്ങൾ ഇങ്ങനെ പറയും ചെയ്തതിൻ്റെ ബാക്കിൽ ഹെലിക്കൂ കുല്ലഹു, ഒന്നുക കുട്ടിയിലെ തല പൂർണ്ണമായും മുട്ടയടിക്കുക, ഔ ഇത്രുക്കൂഹു കുല്ലഹു, അതല്ലെങ്കിൽ ഒരു മുടിയും മുട്ടയടിക്കാതെ വെച്ചിടുകയും ചെയ്യുക. റവാഹു അബൂ ദാവൂദ ബിസ്നാദിൻ സഹീഹിൻ അലാ ശർത്തിൽ ബുഖാരി വ മുസ്ലിം. വൻ അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹുമാ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഹല ആല ജാഫറിൻ, ജാഫർ റളിയല്ലാഹുവിൻ്റെ കുടുംബത്തിലേക്ക് റസൂലുള്ളാഹ് കരയാൻ താമസം കൊടുത്തു. സലാസൻ 3 ദിവസം. 3 ദിവസമാണ് ഈ കരഞ്ഞുകൊണ്ട് നിന്നോട്ടെ ജാഫർ എന്നൊരു വഫാത്തായപ്പോളേ. സുമ്മാത്താഹും, പിന്നെ തങ്ങൾ മക്കളെടുത്ത് ചെന്നു. കുഞ്ഞു ചെറിയ ചെറിയ കുട്ടികളാണ്. ഫക്കാല തങ്ങൾ പറഞ്ഞു, ലാ തബുക്കൂ, നിങ്ങൾ ഇന്ന് കരയല്ലി, അല അഹി, എൻ്റെ സഹോദരൻ്റെ പേര് നിങ്ങൾ കരയല്ലി, വാദല്യവും ഇതിന് ശേഷം കരയല്ലി, ഇതുവരെ കരഞ്ഞു കഴിഞ്ഞു, മതിയാക്കി കളി. സുമകാല, പിന്നെ തങ്ങൾ പറഞ്ഞു, ഉദുഊലി, എനിക്ക് വിളിക്കൂ, ബനി അഹി, എൻ്റെ അഹിൻ്റെ മക്കളെക്കൂടെ വിളിച്ചാണി. അങ്ങനെ ജി അബിന, ഞങ്ങൾ കൊണ്ടുവരപ്പെട്ടു, കഅന്ന അഫ്റുഹുൻ, ഞങ്ങളൊക്കെ പക്ഷിക്കുഞ്ഞുങ്ങളായതുപോലെ. കാല, തങ്ങൾ പറഞ്ഞു, ഉദൂരിയൽ ഹല്ലാക്ക, നിങ്ങളുടെ അടുത്തേക്ക് ആ മുടി കളയുന്ന ആളെ വിളിച്ചാണ്. ഫാമറഹു, അദ്ദേഹത്തോട് ഞങ്ങളൊക്കെ മുടി മൊട്ടടിക്കാൻ മുത്തനബി കൽപ്പിച്ചു. ഫാലക്ക റൂസന, ഞങ്ങളുടെ തലയൊക്കെ മൊട്ടയടിക്കുകയും ചെയ്തു. റവാഹു അബൂ ദാവൂദ ബിസ്നാദിൻ സഹീഹ് അലാ ശർത്തിൽ ബുഖാരി വ മുസ്ലിം, മുസ്ലിമിൻ്റെ ബുഖാരി ശർത്ത് ഒത്ത ഹദീസാണ് അബൂ ദാവൂദ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അലി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തഹ്ലികൽ മർഅതു റഅസഹ, പെണ്ണ് തല മൊട്ടയടിക്കൽ റസൂലുള്ളാഹി വിലക്കി. റവാഹു നസായി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു തഹ്രീമി വസ്ലിശ് ശഅരി, മുടി ഒരാളത് വേറെ ആൾക്ക് ഒട്ടിച്ചു കൊടുക്കൽ ഹറാമാണെന്ന് പറയണ ബാബ്. വൽ വഷ്മി, പച്ച കൊത്തലും. വൽ വഷ്രി, വഷ്റും ഹറാമാണെന്ന് പറയണ ബാബ്. ബഹുവ വഷ്ർ എന്നാൽ തഹദീദുൽ അസ്നാനി, പല്ലുകളെ രാവി മൂർച്ചം കൂട്ടുക, പരിധി കോലം മാറ്റുക എന്നൊക്കെ അർത്ഥം. ഖാല അല്ലാഹു തആല ഇൻ യദ്ഉഹും മിൻ ദൂനിഹി ഇല്ലാ ഇനാസാ, ആ മുശ്രിക്കീങ്ങൾ അവര് ഇബാദത്തെടുക്കുന്നില്ല അള്ളാഹുവിനെ കൂടാതെ, ഇല്ല ഇനാസ, കുറെ ഇനാസുകൾക്കല്ലാതെ. 2-3 തഫ്സീറുണ്ട് ആ വിഷയത്തിൽ. മലക്കുകളാണ് ഇനാസ് എന്നും, അല്ല അവരുടെ പെൺദൈവങ്ങളാണ് എന്നും, അങ്ങനെ ഒരുപാട് തഫ്സീറുണ്ട്. വയ്യദൂന ഇല്ലാ ശൈത്താനം മരീദാ, സത്യത്തിനെതിരെ വോട്ട് കാണിക്കുന്നതായ ഇബ്ലീസിനിക്കല്ലാതെ അവർ ഇബാദത്തെടുക്കുന്നില്ല. പിന്നെ അങ്ങനത്തെ ഇബ്ലീസാണ് ലഅനഹുല്ലാഹു, അള്ളാഹു അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് ദൂരത്താക്കിയിരിക്കുന്നു. കാല, ഇബ്ലീസ് പറയും ചെയ്തിട്ടുണ്ട്, ലത്തഹ്ദന്ന, നിശ്ചയം അള്ളഹാനോടവൻ പറഞ്ഞ്, നിശ്ചയം ഞാൻ ആക്കും, പിന്നെ ഇബാദിക്കാൻ നിന്റെ അടിയാറുകളെ കൂട്ടത്തിൽ നസീബ മഫ്റൂള്ള, ഒരു നിശ്ചിത സംഘം ഞാൻ എൻ്റെ ആൾക്കാരാക്കി മാറ്റും. എന്നിട്ട് പോലെ ഒളില്ലന്നഹും, നിശ്ചയം ഞാൻ ഓലെ പഴപ്പിക്കുക തന്നെ ചെയ്യും. പോലെ ഉമന്നി അന്നഹും, ഓൽക്ക് നല്ല പ്രതീക്ഷകൾ നമ്മൾ കൊടുക്കുകയും ചെയ്യും, അപ്പോലെ നന്നാവില്ല. പോലെ ആമുറന്നഹും, അവരോട് നമ്മൾ പിന്നെ അവരുടേതായിരിക്കുന്ന ഒട്ടകങ്ങൾക്ക്, ബഹീറത്ത് എന്നൊക്കെ പറഞ്ഞ ഒട്ടകങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓലുടെ കാതുകൾ കുത്താൻ നമ്മൾ കൽപ്പിക്കുമ്പോൾ വിപത്തിക്കുന്ന ആദാനെല്ലാം മാടുമാടൊട്ടകങ്ങളുടെ പിന്നെ കാതുകൾക്ക് അവർ ഓട്ടുണ്ടാക്കുകയും ചെയ്യും. പോലെ ആമുറന്നഹും, അവരോട് നമ്മൾ എന്ത് ചെയ്യും, ഹൽക്കുല്ലാഹിനെ കോലപ്പെടുത്താൻ കൽപ്പിക്കുമ്പോൾ പല ഒയ്യറുന്ന ഹൽക്കുല്ലാഹ്, നിശ്ചയമായിട്ടും അവരെന്ത് ചെയ്യും, ഹൽക്കുല്ലാഹിനെ എന്ത് ചെയ്യും, ഒരു കോലം മാറ്റുകയും ചെയ്യും. കോലം മാറ്റലാണ് മുടി വെച്ചു കൊടുക്കുക, അതുപോലെ തന്നെ പച്ച കൊത്തുക, അതുപോലെ തന്നെ ഈ പല്ല് പിന്നെ രാഗിയാണ് മൂർച്ചം കൂട്ടുക എന്നൊക്കെ പരിപാടിക്ക് ഈ ഹൽക്കുല്ലാഹിൽ കോലം മാറ്റുന്നതിന് ഭാഗം. പിന്നെ
വൻ അസ്മാ റളിയല്ലാഹു അൻഹ തന്റെ ഒരു പെണ്ണ് സഅലത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. കാലത്ത് അഥവാ പെണ്ണ് ഇങ്ങനെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, ഇന്ന ബിനത്തി, എൻ്റെ മോളെ, അസാബത്ത് അൽ ഹസ്ബത്തു, ഓക്ക് ഒരു ചരതൻ അല്ലെങ്കിൽ കരപ്പൻ ഓളെ തലയിലൊക്കെ ഉണ്ടായിരിക്കണം. ഇപ്പൊ തമറൊക്കെ ഷാറുവ, മുടിയൊക്കെ കൊയിഞ്ഞാഞ്ഞ്. അപ്പൊ ഇന്നീ സബുജിത്തു, ഓളാണെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു ഭർത്താവിനോട് കെട്ടിച്ചും ചെയ്തുകൊണു. അപ്പൊ അസുലു ഫീഹി, അതിൽ ഞാൻ വേറെ മുടി ഒട്ടിച്ചു കൊടുത്തോട്ടെ ചോദിച്ചു. ഫകാല, തങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹുൽ വാസിലത്ത, അങ്ങനെ മുടി ഒട്ടിച്ചു കൊടുക്കുന്നവളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. വൽ മൗസൂലത്ത, ഏത് പെണ്ണിന്റെ മുടിയാണ് ഒട്ടിച്ചു കൊടുക്കപ്പെട്ടെങ്കിൽ അപ്പെണ്ണിനെയും. മുത്തഫഖുൻ അലൈഹി. ഒഫി റിവായത്തിൽ പോട്ടിൽ വാസിലത്ത വൽ മുസ്തൗസിലത്ത, ഒട്ടിച്ചവളെയും ഒട്ടിക്കാൻ ആവശ്യം കൽപ്പിച്ചവളെയും. കൗലുഹാ ഫതമറക, ആ പെണ്ണ് പറഞ്ഞ തമറക്ക എന്ന് പറയുന്നത് റോ കൊണ്ട് വായിക്കണം. തമസ്സക്കല്ല, തമറക്കയാണ്. ഓ മൈനാഹു ഇന്ദഷറ വസക്കത്ത, കൊഴിഞ്ഞു വീണു എന്നർത്ഥം. വാസിലത്തായ പെണ്ണ് പറഞ്ഞാൽ അല്ലത്തി തസിരു ഷാറഹ ഔ ഷാറ വൈരിഹ, അവളുടെ മുടിനെ അല്ലെങ്കിൽ വേറെ ആളുടെ മുടിനെ അവൾ ചേർത്തി കൊടുക്കും. ഷാരി ആഹറ, വേറെ ആളെ മുടിയോട്. ഒരു മൗസൂലത്തായ പെണ്ണ് പറഞ്ഞാൽ അല്ലത്തി തൂസൽ ഷാറുഹ, ഏത് പെണ്ണിന്റെ മുടിയാണോ ഒട്ടിക്കപ്പെടുന്നെങ്കിൽ ആ പെണ്ണിനാ മൗസൂലത്തായ പെണ്ണ് അറിയാം. ഒരു മുസ്തൗസിലത്തായ പെണ്ണ് പറഞ്ഞാൽ അല്ലത്തി തസ്അലു മൻ യഫ്അലു ദാലിക, അങ്ങനെ ഒട്ടിച്ചേരാൻ പണി ചെയ്യുക എന്ന പണി ചെയ്യുന്ന പെണ്ണിനോട് ആ പണിക്ക് കൽപ്പിക്കുന്ന പെണ്ണ് എന്ന അർത്ഥം മുസ്തൗസിലത്തായ പെണ്ണ് എന്നാല്. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹാ നഹ്വുഹു, ഇതുപോലെ നഹ്വായ ഹദീസിന് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹി. വൻ ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ അന്നഹു സമിഅ മുആവിയ റളിയല്ലാഹു അൻഹു, ഹുമൈദ് എന്നവര് മുആവിയ റളിയല്ലാഹു അൻഹു കേട്ടു. ഹജ്ജ് ചെയ്ത വർഷത്തിൽ അല്ല മിമ്പറിന്റെ മേലിൽ പ്രസംഗിക്കുന്നത് കേട്ടു. തവനാവല കുസ്വത്തമ്മിൻ ഷാരിൻ, മുടിയിൽ നിന്നുള്ള ഒരു പിടി കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. കാനത്ത് ഫി യദി ഹറസിയിൻ, അത് ആരുടെ കയ്യിലുണ്ടായിരുന്നത്? രാജാവിന്റെ മോന്റെ കയ്യിലുണ്ടായിരുന്ന മുടിക്കെട്ട്, അത് കയ്യിൽ പിടിച്ചിട്ടാ വന്നത്. അപ്പൊ കാലം പറഞ്ഞു, യാ അഹ്ല മദീന, ഏ മദീനക്കാരെ, ഹൈനോലമാക്കും നിങ്ങൾ കൂട്ടത്തിൽ പഠിച്ചോ, കിതാബോധി പഠിച്ചോലൊക്കെ ഇവിടെ. സമീഅത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൻഹാ അൻ മിസ്ലി ഹാദിഹി, ഇതുപോലത്തേനോട് തൊട്ട് റസൂൽ വിളിക്കണം ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂലു, തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ ഹലക്കത്ത് ബനു ഇസ്രായേൽ, ബനു ഇസ്രായേലുകൾ തകർന്നടിഞ്ഞു പോയിട്ടുണ്ട്. ഇനത്തഹദാദിഹി, ഇതിനെ ആക്കി മാറ്റിയപ്പോൾ നിസാഉഹും, ഓല കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകൾ ഇങ്ങനെ കണ്ടോന്റെ മുടി മറ്റോലേക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടി വന്നപ്പോൾ ബനു ഇസ്രായേൽ തകർന്നു പോയി എന്ന് റസൂൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന അൽ വാസിലത്ത വൽ മുസ്തൗസിലത്ത, മുടി ഒട്ടിച്ചു കൊടുക്കുന്നവളെയും അത് ആവശ്യപ്പെടുന്നവളെയും ശപിച്ചു. വൽ വാഷിമത്ത വൽ മുസ്തൗഷിമത്ത, പച്ച കൊത്തുന്നവളെയും അത് കൊത്തിപ്പിക്കുന്നവളെയും. മുത്തഫഖുൻ അലൈഹി. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ലഅനല്ലാഹുൽ വാഷിമാത്തി വൽ മുസ്തൗഷിമാത്തി, പച്ച കൊത്തുന്ന പെണ്ണുങ്ങളെയും അത് കൊത്തിപ്പിക്കുന്നവരെയും. വൽ മുതന്നമ്മിസാത്തി വൽ മുതഫല്ലിജാത്തി ലിൽ ഹുസ്നി അൽ മുയ്യിറാത്തി ഖൽഖല്ലാഹ്, അല്ലാഹുവിന്റെ സെട്ടിപ്പിന് കോലം വരുത്തുന്ന മുതഫല്ലിജാത്തായ പെണ്ണുങ്ങളെയും മുതനമ്മിസാത്തായ പെണ്ണുങ്ങളെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ഇതിന് മാനവേക്കിലി മാനവിനെ പറയുന്നുണ്ട് കേട്ടോ. റളിയല്ലാഹു അൻഹു. ഫഖാലത്ത് ലഹു ഇംറാത്തുൻ ഫീ ദാലിക, അവരോട് ഈ വിഷയത്തിൽ പിന്നെ ഒരാള് പെണ്ണ് ചോദിച്ചു, ഓഹോ അങ്ങനെ നിങ്ങൾ പറയിച്ചു ശപിക്കട്ടേന്നോ? ഇബ്നു മസ്ഊദിനോട് പെണ്ണ് പറയണേ, എന്തെങ്കിലും അങ്ങനെ പറയണേ, ലഅനല്ലാഹു എന്നൊക്കെ പറയാൻ നിങ്ങൾ ശപിക്കട്ടെ എന്നൊക്കെ. ഫഖാല, അപ്പൊ ഇബ്നു മസ്ഊദ് പറഞ്ഞു, മാലി, ഇരിക്കെന്തത് തേങ്ങ, ലാൻ അരു ശപിക്കാതെക്കാൻ, മൻ ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂല് ശപിച്ച ഒരാളെ ശപിക്കാതെക്കാൻ എനിക്ക് എന്താ പ്രശ്നം? എനിക്കിപ്പോ എന്താ ശപിക്കണ്ടേന്? ഓഹോ ഫി കിതാബില്ലാഹി, അത് അള്ളാന്റെ കിതാബിലുള്ളതല്ലേ. ഖാല അല്ലാഹു തആല പറഞ്ഞില്ലേ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ, റസൂലുള്ള കൊണ്ടെന്നൊക്കെ നിങ്ങൾ പിടിച്ചോളി, റസൂലുള്ള വിലക്കത് കഴിഞ്ഞോളി. റസൂലുള്ള പിന്നെ ലാനല്ല, എനിക്ക് ലാനത്തിലാണ് എന്ത് തേങ്ങയുള്ളത്? പിന്നെ മുത്തഫല്ലിജത്തായ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഹിയ, അവിടെ അല്ലത്തിയ പെണ്ണാണ്. തെബുറുദോള്, രാവി മൂർച്ചം കൂട്ടും. പിന്നെ അസ്നാനിയ, പല്ലുകളിൽ നിന്ന് രാവി മൂർച്ചം കൂട്ടും. കലീല,
ഒരു പല്ല് മറ്റേ പല്ല് നൽപ്പൊന്ന് വിട്ടിക്കാൻ വേണ്ടി കാണ്ട് ഇങ്ങനെ ഒട്ടിങ്ങനെ നിൽക്കാതെ കാണ്ട് കുറച്ചൊന്നും ഇങ്ങനെ അകന്നിക്കാൻ വേണ്ടി കാണ്ട് സുന്ദരനാകാൻ. ഹസ്സിനുഹാ, എന്നിട്ട് എന്ത് ചെയ്യും, ആ പല്ലിനോളും ചൊറുക്ക് കൂട്ടുകയും ചെയ്യും. ബഹുൽ വഷുറു, അത് തന്നെയാണ് എന്ത് പറയുന്നത് നേരത്തെ പറഞ്ഞ പല്ല് രാവുക എന്ന് പറഞ്ഞതും. ഉന്നാമിസത്തായ പെണ്ണാണ് വഹിയ അല്ലത്തി, ഒരു പെണ്ണാണ് തഹുദുമിൻ ശൈരി ഹാജിബി വൈരിഹ, പുരികത്തിൽ നിന്ന് ഇങ്ങനെ എടുക്കുവോള്, കുറച്ച് പുരിക ഇങ്ങനെ എടുക്കും അവിടുന്ന്. ഇങ്ങനെ ചിലവരുണ്ട് നൂലിട്ട് വലിച്ചെടുക്കുന്നവരൊക്കെ ഉണ്ട് ചില വീട്ടുകൾ. ചിലവർ ഇങ്ങോട്ട് തുറക്കിക്കുഹു, എന്നിട്ട് അതിങ്ങനെ സോഫ്റ്റ് ആക്കും, നേർത്തതാക്കും. യസീറ ഹസനൻ, അതൊരു മൊഞ്ചുള്ളതാകാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ആക്കും. ചെക്കന്മാർക്കൊക്കെ ഉണ്ട് പരിപാടിയാലോ. മുത്തനമ്മിസത്തായ പെണ്ണുകാണ് അല്ലത്തി തൗമുറു ബിഹാദാലിക, അത് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ഓളെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന പെണ്ണിന് എന്താ പറയും, മുത്തനമ്മിസത്തായ പെണ്ണ് എന്നും പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബുൻ നഹി അൻ നത്ഫി ശൈബി, നര പറിക്കുന്നതിനെ തൊട്ട് നഹി ചെയ്യുന്ന ബാബ്. എവിടുന്ന് പറിക്കണത്? ഇങ്ങനെ ലിഹിയത്തി, താടിമുടിയിൽ നിന്നും, റഅ്സി, തലമുടിയിൽ നിന്നും, വൈരിഹിമ, അല്ലാത്തോടത്തിൽ നിന്നും. താടിമെന്നും തലമെന്നും ഒക്കെ നരച്ച മുടി പറിക്കൽ നഹിയണ ബാബ്. വാൻ നത്ഫിൽ അമ്രതി, മുഖത്ത് മുടി, കറുത്ത മുടി വരാത്ത ചക്കന്മാരുണ്ടല്ലോ, ഓൻ പറിക്കലിനെ തൊട്ടും. ഷാറ ലിഹിയത്തിഹി, ഓന്റെ താടി രോമത്തിന്, ഇന്ത അവലി തുലൂഹി, അത് മുളക്കാൻ തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങിൽ. താടി ഇങ്ങനെ മുളക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെ ഓരോ മുടി രണ്ട് മുടി ഇങ്ങനെ വരുന്നുണ്ടാവുള്ളൂ, അങ്ങനെ പറിച്ച് ഒഴിവാക്കുകയോ ചെയ്യരുത് എന്ന് വരണ ബാബ്. അത് നരച്ചല്ലാറ കേട്ടോ, സാധാ മുടി, കറുത്ത മുടിയല്ല. വൻ അംരിബ്നു ശുഐബിൻ നബിയൻ ജദ്ദിഹി റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ലാ തൻതിഫു ശൈബ, നര നിങ്ങൾ പറിച്ചു കളയരുത്. ഫൈന്നഹു നൂറുൽ മുസ്ലിമി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ അതിൽ നൂറാണ്. ഹദീസുൻ ഹസൻ റവാഹു അബൂ ദാവൂദ വതുർമുദി വനസായി ബി അസാനീദ ഹസനത്തി ഖാല തുർമുദി ഹുവ, ഈ ഹദീസ് ഹസനായ ഹദീസാണ് എന്ന് തുർമുദി പറഞ്ഞിട്ടുണ്ട്. വൻ ആയിഷ റളിയല്ലാഹു അൻഹാ കാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, നമ്മൾ അമ്രില്ലാത്ത കാര്യം ചെയ്താൽ അതും തള്ളപ്പെടേണ്ടതാണ്. റവാഹു മുസ്ലിം. പിന്നെ ബാബു കറാഹത്തിൽ ഇസ്തിൻജാഇ ബിൽ യമീൻ, വലങ്കൈ കൊണ്ട് ശൗച്യം ചെയ്യൽ കറാഹത്താണെന്ന് പറയണ ബാബ്. മസ്സിൽ ഫർജി ബിൽ യമീൻ മിന്നോരി എതിരീൻ, അകാരണമായി വലത്തെ കൈ കൊണ്ട് ലിംഗം സ്പർശിച്ചു പോലും ചെയ്യരുത് എന്നും പറയണ ബാബ്. പിന്നെ നിങ്ങൾ ഒരാൾ മൂത്രിച്ചു കഴിഞ്ഞാൽ മൂത്രിക്കുകയാണെങ്കിൽ അവന്റെ ലിംഗത്തെ അവൻ പിടിക്കാതിരിക്കട്ടെ, ബിയമീനിഹി, വലത്തെ കൈ കൊണ്ട് പിടിക്കാതിരിക്കട്ടെ. വലാ യസ്തൻജി ബിയമീനിഹി, വലത്തെ കൈ കൊണ്ട് കയ്യന്നാക്കും ചെയ്യാതിരിക്കട്ടെ. വലാ യതനഫ്ഫസു ഫിൽ ഇനാഇ, പാത്രത്തിലേക്ക് ശ്വാസം പെടാതിരിക്കുകയും ചെയ്യട്ടെ. എന്നാണ് ഇതിനൊക്കെ ഇടരുത്. അപ്പൊ അങ്ങനെ കുറച്ചാണ് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് പുറത്തേക്കാക്കിയിട്ട് കാറ്റ് മൂക്കൂടെ പുറത്തേക്കാണ് വിടുക. പിന്നെ വഫിൽ ബാബി, ഈ ബാബിലുണ്ട് അഹാദീസ് കസീറത്തുൻ സഹീഹത്തുൻ, സഹീഹത്തായ കസീറത്തായ ഹദീസുകൾ ഈ ബാബിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇഞ്ഞത്താ ബാബു കറാഹത്തിൽ മശീഫി നഅരിൻ വാഹിദത്തിൻ, ഒറ്റ ചെരുപ്പിൽ നടക്കൽ കറാഹത്താരണ ബാബ്. ഔ ഹുഫിൻ വാഹിദിൻ, ഒറ്റ ഹുഫട്ട് എതിരിൻ, ഒരു കാരണമൊന്നുമില്ലാതെ. അപ്പൊ കറാഹത്തി ലുബ്സിൻ നഅലി വൽ ഹുഫി ഖായിമൻ എതിരിൻ, കാരണമില്ലാതെ ചെരുപ്പും ഓരോ ഹുഫും ഒക്കെ നിന്ന് ധരിക്കലും കറാഹത്താന്ന് പറയണ ബാബ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ലാ തംശി അഹദുക്കും, നിങ്ങൾ ഒരാൾ നടക്കരുത്, അവര് നടക്കാതിരിക്കട്ടെ. ലാ യംശി അഹദുക്കും, നിങ്ങൾ നടക്കാതിരിക്കട്ടെ. ഫീ നഅലിൻ വാഹിദ, ഒറ്റ ചെരുപ്പിൽ. ഇടുകയാണെങ്കിൽ രണ്ട് കാൽമലും ചെരുപ്പിടട്ടെ. ഔലി അഖ്ലഉഹുമാ യമീന, രണ്ട് കാൽമത്ത് അഴിച്ചു വെക്കട്ടെ, ഒന്ന് മാത്രം അഴിച്ചു വെക്കരുത്. ഫിരിവായത്തിൻ ഔലി യുഹ്ഫിഹിമാ ജമീഅൻ, രണ്ടും ഊരി വെക്കട്ടെ. മുത്തഫഖുൻ അലൈഹി. വഅൻഹു അന്നഹു ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, ഇദൻഖത
അഹദിക്കും, നിങ്ങളുടെ ഒരാളുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയാൽ ഫലായം ഷിഫിൽ ഉഖറ, മറ്റേ ചെരുപ്പ് മാത്രം ഇട്ട് നടക്കരുത്. ചെരുപ്പ് കേടുന്ന നന്നാക്കുന്നത് വരെ. ഒന്നിന്റെ പൊട്ടിയിട്ടുള്ളൂ, ഇനി ഒന്നല്ല പൊട്ടിയിട്ടുള്ളൂ, മറ്റേ ഇട്ട് നടക്കാൻ വിചാരിച്ചാണത്, ഒന്ന് മാത്രം ഇട്ട് നടക്കരുത്. റവാഹു മുസ്ലിം. വൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി അലങ്ങി എന്തിനെ തൊട്ട് യന്തഇല അർറജുലു ഖായിമൻ, ഒരു മനുഷ്യൻ നിൽക്കുന്നവനായ നിലയിൽ ചെരുപ്പടലിനെ തൊട്ട്. റവാഹു അബൂ ദാവൂദ ബിസ്നാദിൻ ഹസൻ. തട്ടിയൊക്കെ കുടഞ്ഞ് അതിലൊക്കെ ജന്തുക്കളോ പാമ്പോ എന്തുണ്ടോ നോക്കി ഇരുന്ന് കാണ്ട് ശരിക്കും ഇട്ടിട്ട് വേണം നീച്ചാന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബുൻ നഹി, വിരക്കണ ബാബ്. അൻ തെർക്കിൻ നാരി ഫിൽ ബൈത്തി ഇൻദൻ നൗമി, ഉറങ്ങാൻ ഉദ്ദേശിക്കണ നേരത്ത് വീട്ടിൽ തീ അങ്ങനെ തന്നെ ഇടുന്നതിനെ തൊട്ട് നെയ്യ. അത് കെടുത്തിയിട്ട് വേണം കെടുക്കാൻ. തീ അങ്ങനെ കത്തിച്ചെന്ത് ചെയ്യരുത്, രാത്രി ഉറങ്ങരുത്. പിന്നെ നെഹവിഹി, അതുപോലത്തെ നേരത്തും. സവാവും കാനത്ത് ഫി സിറാജിൻ, അത് വിളക്കിലാണെങ്കിലും ഓയിരിഹി, ഞാൻ അടുപ്പിലൊക്കെ ആണെങ്കിലും ഒക്കെ. അടുപ്പിൽ തീ ഉണ്ടെങ്കിൽ കെടുത്തിയിട്ട് കിടക്കണം, തന്നെ വിളക്ക് ഉണ്ടെങ്കിൽ കെടുത്തിയിട്ട് കിടക്കണം. عن ابن عمر رضي الله عنهما عن النبي صلى الله عليه وسلم أنه قال لا تتركوا النار في بيوتكم حين تنامون. നിങ്ങൾ ഉറങ്ങുന്ന നേരത്തെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ തീ അങ്ങനെ തന്നെ ഇട്ടേക്കരുത്, ഉപേക്ഷിക്കരുത്, കെടുത്തിയിട്ട് കിടക്കണം. പിന്നെ وعن أبي موسى الأشعري رضي الله عنه أنه قال احترق بيت بالمدينة على أهله في الليل. ഇഹ്തറക ബൈത്തുൻ, ഒരു വീട് കത്തി, ബിൽ മദീനത്തി, മദീനയിൽ, അല അഹ്ലിഹി, അതിന്റെ വീട്ടുകാർക്ക് കേടായിട്ട്, മിനൽ ലൈലി, രാത്രിയിൽ. വീടുകാരുടെ മേലിൽ തീ കത്തി. ഫലമ്മ ഹുദ്ദിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശൈനിഹിം, ആ കുടുംബക്കാരന്റെ അവസ്ഥ മുത്തനബിന്റെ മുമ്പിൽ പറയപ്പെട്ടപ്പോ കാല, തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹിൻ നാറ അദുവ്വുൻ ലക്കും, ഈ അഗ്നി എന്ന് പറഞ്ഞത് മനുഷ്യന്റെ ഒരു ശത്രുവാണ്. ഫൈദാ നിംതും ഫഅത്ഫിഊഹ, അതിനെ നിങ്ങൾ കെടുത്തണം. മുത്തഫഖുൻ അലൈഹി. ഉണ്ടല്ലേ? وعن جابر رضي الله عنه عن رسول الله صلى الله عليه وسلم أنه قال غطوا الإناء, നിങ്ങൾ ഈ പാത്രങ്ങളൊക്കെ മൂടി വെക്കണം. ഔക്കിയുസിക, തോൽപാത്രം നിങ്ങൾ കെട്ടി വെക്കണം. അഗ്ലിഖുൽ ബാബ, ഡോറൊക്കെ പൂട്ടണം. വത്ഫിയു സിറാജ, വിളക്കൊക്കെ കെടുത്തണം. രാത്രി ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോഴേ. ഫഇന്ന ശൈത്വാന, നിശ്ചയമായിട്ടും പിശാച്, ലാ യഹില്ലു സികാഅൻ, ഓനെന്തിയില്ല, പിന്നെ ഇതഴിക്കൂല. ഏത്? കെട്ടിച്ച തോൽപാത്രം അഴിക്കാൻ അവൻ കഴിയില്ല. വലാ യഫ്തഹു ബാബൻ, ഡോർ തുറക്കാൻ അവന് കഴിയില്ല. വലാ യക്ഷിഫു ഇനാഅൻ, അതുപോലെ തന്നെ പൂടിച്ച പാത്രം തുറക്കൂല. ഫഇല്ലം യജിദ് അഹദുക്കും ഇല്ലാൻ യഅറുള്ള അലാ ഇനാഇഹി ഉദൻ, കലത്തിന്റെയും അതുപോലെ തന്നെ പാത്രത്തിന്റെയും മേലിൽ ഒരു മരക്കൊള്ളി വിലങ്ങിന് വെക്കാൻ അല്ലാതെ ഒന്നും നിങ്ങൾ എത്തിച്ചില്ല എങ്കിൽ, മൂടി കിട്ടിയില്ല. പിന്നെ എന്തേ ഉള്ളൂ? ഒരു കൊള്ളി കഷ്ണം ഉണ്ട്, അതിങ്ങനെ വെക്കാനേ നിങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ, അത് കിട്ടാനുള്ളൂ. മൂടിയൊക്കെ വേറെ ഒന്നും കിട്ടാനില്ല എങ്കിൽ അള്ളാന്റെ ഇസ്മ പറയലും അല്ലാതെ വേറെ വഴിയില്ലെങ്കിൽ ഫെല്ലഫൽ, അത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങ് എല്ലാം വയ്ക്കുമല്ലോ, അപ്പൊ ഒരു ബിസ്മി അല്ലിങ്ങാണ്ട് ഒരു വടി ഇറങ്ങിയാണ് വെക്കാന് മോളെ. എന്നാലും എന്ത് ചെയ്യൂല? ഫൈനൽ ഫുവൈസിക്കത്ത, നിശ്ചയമായിട്ടും കൊച്ചുത്തമ്മാടിച്ചി തുളിരിമുഅല അഹ്ലിൽ ബൈത്തി ബൈത്തഹും, വീട്ടുകാരുടെ മേലിൽ കേടായിട്ട് വീടിനെ ചമ്മാടിച്ചാൻ ആരെ പറ്റിയാറ? എരിനെ പറ്റിയാണാ പറഞ്ഞത്. കത്തിച്ചേക്കാം. ആയതുകൊണ്ട് രാത്രി വിളക്ക് കെടുത്തിയിൽ കിടക്കണം. റവാഹു മുസ്ലിം. അൽ ഫുവൈസിക്കത്തു, ഫുവൈസിക്കത്ത് പറഞ്ഞാൽ ഫിറത്തു, ഇവിടെ ഉദ്ദേശിക്കുന്നത് എലിനെയാണ്. കൊച്ചു തമ്മാടിച്ചാൻ ആരെ പറ്റിയാണ്? എലിനെ പറ്റിയാ പറഞ്ഞത്. തുളിരിമു എന്ന് പറഞ്ഞാൽ തുഹരിക്കു, കരിക്കും എന്നർത്ഥം. ബാബു നഹിയാനി തകല്ലുഫി, തകല്ലുഫിനെ തൊട്ട് വിലക്കണ ബാബു. എന്താ ഈ തകല്ലുഫ്? വഹുവ ഫീലു വഖൗലു മാ, ഒന്നിനെ പറയലും ചെയ്യലുമാണില്ല. ആ മസലാത്ത ലഹൂഫി, അതിലൊരു മസലാത്തും ഇല്ല. വെറുതെ അങ്ങനെ പോരെന്നും പറയാ, വെറുതെ ഓരോന്ന് അങ്ങനെ ചെയ്യാ, ഒരു കോണും അതുകൊണ്ടില്ല, ബുദ്ധിമുട്ടില്ല. അല്ലാഹു തആല ഖുൽ മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ വമാ അന മിനൽ മുതകല്ലിഫീൻ, ഈ സത്യം നിങ്ങൾക്ക് എത്തിച്ചു ചെന്നതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് കൂലി ആവശ്യപ്പെടുന്നില്ല സമൂഹമേ, ഞാൻ മുത്തകല്ലിഫീങ്ങളിൽ പെട്ടവനല്ല.
عن ابن عمر رضي الله عنه أنه قال نهينا عن التكلف رواه البخاري. അനാവശ്യം പറയുകയും ചെയ്യുകയും ചെയ്യലത്തോട് റസൂലുള്ളാഹി ഞങ്ങളെ വിലക്കി. റവാഹുൽ ബുഖാരി. വൻ മസ്റൂഖ് റളിയല്ലാഹു അൻഹു ഖാല ദഖൽനാ അലാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാന്റെ ഹദ്റത്തിലേക്ക് ഞങ്ങൾ കയറി ചെന്നു. ഫഖാല അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, മൻ അലിമ ശൈഅൻ ഫൽയഖുൽ ബിഹി, ഒരു ശൈഅനെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി. വമൻ ലം യഅലം, ഉറപ്പില്ലെങ്കിൽ ഫൽയഖുൽ അല്ലാഹു അഅലം, അല്ലാഹു അഅലം എന്ന് പറഞ്ഞോളൂണ്ടോ. ഫഇന്ന മിനൽ ഇൽമി, ഒരാൾക്ക് ഇൽമുണ്ട്, ഇൽമുണ്ടതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അന്തഖൂലാ, നീ പറയല്, ലിമാ ലാ തഅലമു, നിനക്കറിയാത്തതിനെ പറ്റി നീ പറയല്, അല്ലാഹു അഅലം, അല്ലാഹു അഅലം എന്ന് പറയലും നിന്റെ അറിവാണ്. അറിയില്ലെങ്കിൽ, അറിയില്ല എന്നെങ്കിൽ നീ അല്ലാഹു അഅലം എന്ന് പറഞ്ഞ അതൊരു അറിവാണ്. അല്ലാഹു തആല നബിഹി, മുത്തനബിനോട് അല്ല പറഞ്ഞത്, നബിയെ കുൽ, നമുക്ക് പറഞ്ഞോളൂ, മാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, ഈ സത്യപ്രബോധനത്തിന്റെ മേൽ നിങ്ങളോട് കൂലി ചോദിക്കുന്നില്ല. അമാന മിനൽ മുതകല്ലിഫീൻ, ഞാൻ മുതകല്ലിഫീങ്ങളിൽ പെട്ടവനല്ല. റവാഹുൽ ബുഖാരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു തഹരീമിൻ നിയാഹത്തി അലൽ മയ്യിത്തി, മയ്യിത്തിന് വെളിച്ചാർക്കൽ ഹറാമാണെന്ന് പറയുന്ന വാപ്പ്. അതുപോലെ തന്നെ ലത്മിൽ ഹദ്ദി, സ്വന്തം മുഖത്ത് അടിക്കലും, ജൈബി, കുപ്പായമാറ് പറിച്ചു കീറലും, ഷൈബി, ഷാരി, മുടി പറിച്ചലും, ഹൽഖിഹി, മുടി മൊട്ടയടിക്കലും, വൽ ദുആഇലിൽ വൈലി വസ്സബൂർ, ഞാൻ തകർന്നല്ലോ, ഞാൻ കുടുങ്ങിയല്ലോ പോലത്തെ വിളിയാളങ്ങൾ ഉണ്ടാക്കലും, അതും ഒക്കെ ഹറാമാണെന്ന് പറയുന്ന ബാബ്. عن عمر بن الخطاب رضي الله عنه أنه قال قال النبي صلى الله عليه وسلم الميت يعذب في قبره, മരിച്ച മനുഷ്യൻ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നതാണ്. ബിമാനിഹ അലൈഹി, അവന്റെ മേല് നിയഹത്ത് ചെയ്യപ്പെട്ടത് കാരണമായി. മനസ്സിലായില്ല? ഉമ്മാനെ ഖബറിൽ കൊണ്ടുപോയി മറയത്, ഈ മകൻ പടം ഇങ്ങനെ വിളിച്ചറക്കുക, മകനോ മകളോ, അപ്പൊ അത് കാരണമായിട്ട് ഖബറിൽ കിടക്കുന്ന ഉമ്മാക്കാണ് എന്ത് കിട്ടുന്നത്? ശിക്ഷ കിട്ടുന്നത്. രണ്ട് കാരണം ഇമാമിങ്ങൾ പറഞ്ഞത്. ഒന്നുകിൽ ഉമ്മ വസിയത്ത് ചെയ്യണം, ഞാൻ മരിച്ച 40 ദിവസം നൊറോളിയും പാടി ഉണ്ടാക്കണം കേട്ടോ എന്ന് വസിയത്ത് ചെയ്തിച്ച് മരിച്ചു പോകണം. അതല്ലെങ്കിൽ അതുകൊണ്ട് അത് ആ രീതിയിൽ അവർ വളർത്തിണ്ടാക്കണം, നൊറോളിച്ചനെ ജാതിയാക്കിങ്ങാണ്ട്. റിവായത്തിന്റെ റിപ്പോർട്ടിലുള്ളത് മാനിഹി, അവന്റെ മേലെ വിളിച്ചാർക്കപ്പെടുന്ന കാലത്തോളം അങ്ങനെയുള്ളത്. മുത്തഫഖുൻ അലൈഹി. وعن ابن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم ليس منا, നമ്മിൽ പെട്ടവനല്ല, മന്നൊരുത്തൻ ലർബൽ ഹുദൂദ, എന്തെങ്കിലും പരീക്ഷമുണ്ടാകുമ്പോൾ കവിളത്ത് അടിച്ചവൻ, വശക്കൽ ജയൂബ, കുപ്പായമാർ പറിച്ചു ചീന്തിയവൻ, ജാഹിലിയ, ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ആളുകൾ വിളിച്ചു വരുന്ന വിളികളെ കൊണ്ട് വിളിച്ചിരുന്നവനൊന്നും നമ്മിൽ പെട്ടവനല്ല. وعن أبي بردة رضي الله عنه قال وجع أبو موسى, അബൂ മൂസ റളിയല്ലാഹു അൻഹു വേദന കഠിനമായി, ഫൗശിയ അലൈഹി, അദ്ദേഹത്തിന് ബോധം കിട്ടു, വറസുഹു ഫീ ഹിജ്രി ഇംറാത്തിൻ മിൻ അഹ്ലിഹി, തന്റെ കുടുംബത്തിൽപ്പെട്ടതായ ഒരു പെണ്ണിന്റെ മടിയിലാണ് മഹാനുടെ തല കിടക്കുന്നത്. ഫഖബലത്ത് തസീഹു ബിറന്നത്തിൻ, ആ പെണ്ണ സമയത്ത് ശബ്ദം ഉയർത്തിങ്ങാണ്ട് വിളിയാൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഓ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ തുടങ്ങി, ഓളെ മടിയിലാ കിടക്കണത് മൂസ എന്നവര്. ഇയാളങ്ങട്ട് എന്തേ ഈ പെണ്ണ കിടച്ചുണ്ടാക്കാൻ തുടങ്ങി. ഫലം പെണ്ണിന്റെ മേൽ മറുപടി പറയാൻ ഈ കഴിയില്ല. ഇയാൾ ബോധം കിട്ടിടക്കല്ലേ, ഇയാൾ കേൾക്കുന്നുണ്ട്, പെണ്ണിനെ വിളിയാളാറ് കേൾക്കണം. ബോധം കിട്ടിടക്കുന്ന ആൾക്കാർക്ക് ഏത് കേൾക്കും, വിഷയങ്ങൾ കേൾക്കും, ആരുന്നൊക്കെ ഉണ്ടാവും, പ്രതികരിക്കാൻ കഴിയില്ല. ഫലം മാഫാക്ക, ബോധം തെളിഞ്ഞപ്പോ കാല, അബൂ മൂസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന ബരീഉം മിമ്മൻ ബരിഅ മിൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ആരെ തൊട്ടൊഴിഞ്ഞ പോലെ തൊട്ട് ഞാനും ഒഴിഞ്ഞവനാണ്. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബരിഅ മിനസ് സാലികത്തി വൽ ഹാലികത്തി വശാഖത്തി, കുപ്പായം കീറുന്ന പെണ്ണിനെ തൊട്ടും
മുട്ടയടിക്കുന്ന പെണ്ണിനെ തൊട്ടും സ്വാലിക്കത്ത് ഒച്ചുണ്ടാക്കിങ്ങാണ്ട് ധ്വനി ഉണ്ടാക്കുന്ന പെണ്ണെ തൊട്ടും അള്ളാന്റെ റസൂൽ ഒഴിഞ്ഞിട്ടുണ്ട്. ഓലെ തൊട്ടും ഞാനും ഒഴിഞ്ഞവനാണ്. മുത്തഫഖുൻ സാലിക്ക എന്ന് പറഞ്ഞാൽ അല്ലത്തി തർഫ സൗത്തഹ ബിൻ നിയാഹത്തി ബിൻ നബി. മയ്യത്തിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞുകൊണ്ടും അട്ടഹാസം ഉണ്ടാക്കിയാണ് ശബ്ദം ഉയർത്തുന്ന പെണ്ണിക്കാണ് സാലിക്കാരര്. ഹാരിക്ക എന്ന അല്ലത്തി തഹരിക്കു റസഹ ഇതിൽ മുസീബത്ത് ഉണ്ടാകുമ്പോൾ തല മുട്ടിയടിക്കുന്നവള് എന്നർത്ഥം. ഷാക്ക എന്ന അല്ലത്തി തഷക്കു സൗബഹ വസ്ത്രം പറിച്ചു ചെയ്യുന്നവള് എന്നർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അനിൽ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു. റസൂലുള്ളാഹി പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, മൻ നിഹാലൈഹി വല്ല മയ്യത്തിന്റെ മേലും നിയാഹത്ത് നടത്തപ്പെട്ടാൽ ഫൈന്നഹു യുഅദ്ദബു ദിശമൻ ശിക്ഷിക്കപ്പെടും ബിമാ നിഹാലൈഹി അവന്റെ മേൽ നിയാഹത്ത് നടത്തപ്പെട്ടു എന്നതിന്റെ പേരിൽ ഓൻ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും യൗമൽ ഖിയാമ അന്ത്യനാൾ വരെയും. കാരണം ഓനാണ് പെരക്കാരെ പറഞ്ഞ് കണ്ടിപ്പിച്ചു ഞാൻ മരിച്ചാല് എൻ്റെ മേലും കരനട്ടോ പറഞ്ഞാണ് ഓന അവിടുന്ന് ആൾക്കാർക്ക് ആ പ്രോത്സാഹനം ഉണ്ടാക്കി പോയത്. അപ്പം ഈ ആൾക്കാളി തെറ്റ് ചെയ്യുന്ന കാലത്തോളം എന്ത് കിട്ടിക്കൊണ്ടിരിക്കുവാനും ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ തഫക്കുന്നല്ലേ നസീബാന്നും നുസൈബാന്നും വായിക്കാം. അന്നഹ കാലത്ത് ഉമ്മത്തിയ ബി പറയാണ്, അഹദ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദൽ ബൈഅത്തിന്റെ നേരത്ത് നബിതങ്ങൾ ഞങ്ങളോട് പിടിച്ചു എന്ത് അല്ലാ നനുഹ മരിച്ചാൻ വിളിച്ചാർക്കൂല. ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഒരുപാട് കരാർ ചെയ്യലുണ്ട്. ഞങ്ങൾ മോഷ്ടിക്കൂല വ്യഭിചരിക്കൂല എന്നൊക്കെ എന്ത് ചെയ്യും, കരാറ് വാങ്ങലുണ്ട്. ആ കരാറിന് വാങ്ങാത്ത ഒരു കരാർ ഇതുണ്ട്, എന്ത് ഭാര്യ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചാർ തച്ചും വിളി ഉണ്ടാക്കൂല എന്ന് കരാറ് വാങ്ങാറുണ്ടായിരുന്നു. മുത്തഫഖുൻ അലൈഹി. وعن النعمان بن بشير رضي الله عنهما أنه قال أغمي على عبد الله بن رواحة. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ബോധം കെട്ടു. ഫജഅലത്തു ഉഖ്തുഹു തബ്കി. മൂപ്പരെ സഹോദരി അങ്ങോട്ട് നോളോളി തുടങ്ങി. മൂപ്പരെ പെങ്ങളുണ്ടായിന്, ഭയങ്കര കരച്ചിൽ. ഫതഖൂലു വാ ജബലോ വാ കദാ വാ കദാ ഇങ്ങനെ പറയണേ, എൻ്റെ പർവ്വതമേ, എൻ്റെ എല്ലാമേ, എൻ്റെ സമുദ്രമേ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇവളിങ്ങനെ നോളിച്ച. മൂപ്പര് മരിച്ചിട്ടില്ല കേട്ടോ, ബോധം കെട്ടിട്ടുള്ളൂ. തുഅദ്ദിദു അലൈഹി തൻ്റെ സഹോദരന്റെ മേൽ ഈ പെണ്ണിങ്ങനെ എണ്ണി 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 പറയാണ്. ഫഖാല ഹീന ഫാക്ക ബോധം തെളിഞ്ഞപ്പോ ഈ നുഅ്മാൻ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ കുൽതി ശൈഅൻ നീ ഒന്നും പറഞ്ഞിട്ടില്ല അവളെ, ഇല്ലാ ഖീലലി എന്നോട് ഇങ്ങനെ ചോദിക്കപ്പെട്ടല്ലാതെ അന്തകദാലിക ഈ അങ്ങനെയായിരുന്നോ, ആരാന്നറിയില്ല. ഈ പെങ്ങള് നിന്നുകാണ്ട് ഇങ്ങനെ വിളിച്ചാർത്ത് ഇങ്ങനെ പറയുമ്പോഴൊക്കെ ഏതോ ഒരാളിങ്ങനെ ചോദിക്കാണ്ട് ഈ അങ്ങനെയൊക്കെയാനോ ഈ അങ്ങനെയൊക്കെയാനോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. റവാഹുൽ ബുഖാരി. പിന്നെ وعن ابن عمر رضي الله عنهما أنه قال اشتكى سعد بن عبادة. സഅദ് റളിയല്ലാഹു അൻഹു രോഗിയായി. ശക്വാ പിന്നെ ഒരു ശക്തമായ രോഗിയായി. ഫഅതാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ് സഅദ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വന്നു. യഊദുഹു രോഗം കാണാൻ വേണ്ടി വന്നു. ആ ഒപ്പാരാളെന്നറിയോ, അബ്ദുറഹ്മാൻ ബിൻ സഅദ് ബിൻ അബി വക്കാസിൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൻ, ഈ മൂന്ന് സഹാബത്തിനെ കൂട്ടിയിട്ടാണ് മുത്തനബി രോഗം കാണാൻ വന്നത്. ഫലമ്മാ ദഖല അലൈഹി സഅദ് റളിയല്ലാഹുവിന്റെ മേലേക്ക് പ്രവേശിച്ചപ്പോ വജദഹു ഫി ഖശിയത്തിൻ ഒരു അബോധാവസ്ഥയിലാണ് എത്തിച്ചത്. ഫഖാല അഖല്ലാ എന്നെ മരിച്ചോ ചോദിച്ചു. ഫഖാലൂ വീട്ടുകാർ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ മരിച്ചിട്ടില്ല. ഫവക്കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ കണ്ണിന്ന് കണ്ണീര് വന്നു. ഫലമ്മാ റഅൽ ഖൗമു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബിന്റെ കണ്ണിന്ന് കണ്ണീര് വരുന്നത് കണ്ടപ്പോ, ജനങ്ങൾ കണ്ടപ്പോ വക്കൗ അവർക്കൊക്കെ അറിയാൻ തുടങ്ങി. ഖാലാ ലാ തസ്മഊൻ തങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ, ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ബിദംഇൽ ലൈൻ വലാ ബിഹുസ്നിൽ ഖൽബി മനസ്സ് നൊമ്പരപ്പെട്ടത് കൊണ്ടോ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നതുകൊണ്ടോ അള്ളാഹു ഒരാളെയും ശിക്ഷിക്കൂല. വലാകിൻ യുഅദ്ദിബു ബിഹാദാ പക്ഷേ ഒച്ചണ്ടാക്കി നോൾച്ചാലാണ് ശിക്ഷ കിട്ടുക. വശാറ ഇലാ ലിസാനിഹി അവൻ്റെ തങ്ങളുടെ നാവിലേക്ക് ചൂണ്ടിക്കാണ്ട് പറഞ്ഞു, ഇതുകൊണ്ടാണ് ശിക്ഷിക്കപ്പെടുക. അതോ ഒച്ചണ്ടാക്കി പറഞ്ഞാലാണ്, അല്ലാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നത് കൊണ്ടോ മനസ്സ് നൊമ്പരപ്പെട്ടത് കൊണ്ടോ എന്ത് ചെയ്യൂല, ശിക്ഷിക്കപ്പെടും. അല്ലാഹു ശിക്ഷിക്കൂല. ഔ യർഹമൂ അല്ലെങ്കിൽ അല്ലാഹു റഹ്മത്ത് ഔ യർഹമു അല്ലാഹു അല്ലെങ്കിൽ റഹ്മത്ത് ചെയ്യുന്നതാണ്. മുത്തഫഖുൻ അലൈഹി.
وعن ابي مالك الاشعري رضي الله عنه انه قال قال رسول الله صلى الله عليه وسلم നായിഹത്തു വിളിച്ചാർക്കണ പെണ്ണ് ഇദാലം തത്തൂബ് കബല മൗത്തിയ മരിക്കുന്നതിന്റെ മുമ്പ് തോബ് ചെയ്ത് നന്നായിട്ടില്ല എങ്കിൽ തുക്കാമയോ മെൽക്കയാമത്തി വലൈഹ സിർബാൽ, ആ പെണ്ണിന് അന്ത്യനാള് നിർത്തപ്പെടും. ആ പെണ്ണിന്റെ മേലിലുണ്ട് സിർബാലും മിൻ ഖത്റാനിൻ, തീപന്തത്തിനാൽ ധരിക്കുന്ന ഒരു വസ്ത്രമുണ്ട്, വദിറും മിൻ ജറബിൻ, ജറബിനാൽ ധരിക്കുന്ന അങ്കിയുമുണ്ട്. ആ നിലക്ക് ആ പെണ്ണിനെ നിർത്തപ്പെടുന്നതാണ്. റവാഹു മുസ്ലിം. وعن أسيد بن أبي أسيد التابعي عن امرأة من المبايعات, മുത്തനബിയുമായി ഇടപാട് നടത്തിയതായിരിക്കുന്ന നടത്തിയതായ കരാറ് വാങ്ങിയതായിരിക്കുന്ന പെണ്ണുങ്ങളോ കൊടുത്തപ്പെട്ട പെണ്ണ് തൊട്ട് കാലത്തെ പെണ്ണ് പറയാണ്, കാന ഫീമാ ഖദാലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബികൾ മേൽ ചെയ്ത കരാറിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു, ഫിൽ മഅറൂഫിൽ ലദി അഖദാലൈന, അഥവാ ഞങ്ങളുടെ മേൽ പിടിച്ചതായിരിക്കുന്ന കരാറിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ത്, അല്ല നസിയഹു ഫീഹി, മുത്തനബിക്ക് എതിര് ചെയ്യാൻ പാടില്ല. പിന്നെ എന്തെങ്കിലും മുസീബത്ത് ഉണ്ടായ മൂന്ത കടിക്കാൻ പാടില്ല എന്നും, വൈല യാ വൈല എന്ന് വിളിച്ചാർക്കൂല എന്നും, സുക്ക ജൈബ കുപ്പായമാർ പറിച്ചു ചീന്തൂല എന്നും, മുടി പാറിപ്പറത്തൂല എന്നൊക്കെ മുത്തനബി കുറിച്ച കരാറിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. റവാഹു അബൂ ദാവൂദ് ബിസ്നാദിൻ ഹസൻ. വന്നബി മൂസ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ മിൻ മയ്യിത്തിൻ യമൂതു, മരിക്കുന്നൊരു മയ്യിത്ത് തന്നെ ഇല്ല, ഫയഖൂം വാഖീം, കരയാൻ നിൽക്കുന്ന സ്പെഷ്യലിസ്റ്റുകൾ കരയാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കും. ഫയഖൂലു, എന്നിട്ട് ഇങ്ങനെ പറയും, യാ ജബല വാ സയ്യിദ, അവനെ അവതാരിക്ക പോലത്തെ വാക്ക് പറയും. അങ്ങനത്തെ മയ്യിത്ത് തന്നെ ഇല്ല. ഇല്ലാ വക്കില ബിഹി മലക്കാനി, ഇയാളെ കൊണ്ട് രണ്ട് മലക്കിനെ ഏൽപ്പിക്കപ്പെട്ടിട്ടല്ലാതെ, യൽ ഹസാനിഹി, ആ രണ്ട് മലക്കുകള് ഇവന്റെ നെഞ്ചത്തിടിക്കും. ആ കഥാ കുന്ത, നീ ഇങ്ങനെയായിരുന്നടാ, എന്റെ പെണ്ണുങ്ങളും കുട്ടികളും ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, ഇങ്ങനെയായിരുന്നടാന്ന് ഈ രണ്ട് മലക്കുകൾ ഇവനോട് ചോദിക്കുന്നുണ്ട്. റവാഹു തുർമുദി വഖാല ഹദീസുൻ ഹസൻ. അൽ ലഹ്സ് എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ ചുരുട്ടിയിട്ട് നെഞ്ഞത്തിങ്ങനെ ഇടിക്കണേനാണ് എന്ത് പറയാ ലഹ്സ് എന്ന് പറയല്. ഇങ്ങനെ കണ്ട് ഇടിക്കും, ഇങ്ങനെ ആയിരുന്നടാ എന്ന് ചോദിക്കുമെന്ന് മലക്കളവനോട്. وعن ابي هريره رضي الله عنه انه قال قال رسول الله صلى الله عليه وسلم, റസൂൽ പറയാണ്, ഇസ്നത്താനി ഫിന്നാസി ഹുമാ ബിഹിം കുഫർ, രണ്ട് കാര്യങ്ങളുണ്ട് ജനങ്ങളിൽ, ആ രണ്ട് കാര്യം ജനങ്ങളിൽ കുഫറാണ്, കാഫിറാകാൻ കാരണമാകും. അത്താനു ഫിന്നസബി, തറവാടിൽ ആക്ഷേപിക്കല്, തന്തല്ലാത്തോനെ എന്നൊക്കെ പറയാ. രണ്ടാമത്തെ നിയാഹത്ത് വൽ മയ്യിത്തി, മയ്യിത്തിന് വിളിച്ചാർക്കല്. റവാഹു മുസ്ലിം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബു നഹി, വിലക്കുന്ന ബാബ്. എന്തിനെ തൊട്ട്? അനിത്യാനി കുഹാനി, ജ്യോതിഷന്മാരുടെ അടുത്ത് ചെല്ലുന്ന തൊട്ടും, ഒരു മുനജ്ജിമീനി, നക്ഷത്ര ലക്ഷണം നോക്കുന്ന ആളുകളുടെ അടുത്തേക്കും, വൽ അറാഫി, പോയത് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് എനിക്ക് അറിയുന്ന വാദിക്കുന്ന ആളുകളുടെ അടുത്തേക്കും, വസാബി റംലി, മണലിൻ്റെ ആളുകളുടെ അടുത്തേക്കും, മണൽ നിരത്തിങ്ങാണ്ട് നോക്കുക, പ്രശ്നം നോക്കുക. തവാരിക്ക് ബിൽ ഹസാബ് ഷൈരി വനാബിദാരിക്ക, കല്ലും അതുപോലെ തന്നെ കല്ലുകളൊക്കെ, ചരക്കല്ലുകളെ കൊണ്ടും ഗോതമ്പ് പൊടികൾ കൊണ്ടും പോലത്തത് കൊണ്ടും ഒക്കെ പ്രശ്നം നോക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ചെരുവിൽ തൊട്ട് ലഹീനവാക്ക്. അപ്പം ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹ കാലത്ത് സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉനാസുൻ, മുത്തനബിയോട് ഒരു സംഘം ആൾക്കാർ വന്നിട്ട് ചോദിച്ചു, എന്തിനെ തൊട്ട്? അനിലി കുഹാനി, ഈ ജ്യോതിഷന്മാരെ പറ്റി ചോദിച്ചു. അപ്പോൾ കാല തങ്ങൾ പറഞ്ഞു, ലൈസു ബിഷൈഇൻ, ഇറ്റങ്ങളൊരു സംഭവം തന്നെ അല്ല, അത് സംഗതി തന്നെ അല്ല. അപ്പോൾ കാലു, അപ്പോൾ ഇവർ പറഞ്ഞു, ആ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ഇന്നഹും യുഹദ്ദിസൂന അഹ്യാനൻ ബിഷൈഇൻ, അവർ നമ്മളോട് ചില സംഗതിയൊക്കെ പറയുമ്പോൾ ഫെക്കൂന് ഹക്കനെ ഒത്തു വരുന്നുണ്ടല്ലോ, ശരിയല്ലേ? ഫക്കാല തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞു, തിൽക്കൽ കലിമത്ത് മിനൽ ഹഖ്, ഓല് പറഞ്ഞപ്പോൾ സത്യമായി വന്ന ആ വാക്ക്, യഖ്തഫുഹൽ ജിന്നിയു, അതൊരു ജിന്ന് തട്ടിയെടുത്തതാണ്. ഫയഖുറുഹാ ഫി ഉദ്നി വലിഹി, ഓൻ ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ഷെയ്ത്താനിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. യഖ്ലിതൂന മിഅഹാ മിഅത്ത കദിബത്തിൻ, എന്നിട്ട് ഇതിലേക്ക് ഇവരെന്ത് ചെയ്യും? ഈ കുട്ടിച്ചെയ്ത്താന്മാരെന്ത് ചെയ്യും? നൂറുകണക്കിന് കളവിലേക്ക് ഏച്ചൂട്ടി കൊടുക്കുകയും ചെയ്യും. മുത്തഫഖുൻ അലൈഹി. ഇനി ഇതിൻ്റെ വിശദീകരണം അടുത്ത ഹദീസിലേക്ക് വരും. വഫി റിവായത്തിൽ ബുഖാരി, ബുഖാരിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ട് അന്നഹാ സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി പറഞ്ഞത് മഹദി കേട്ടത്രേ, ഇന്നൽ മലായികത്ത തൻസിലു ബിൽ അനാനി, മലക്കുകൾ കാർമേഘത്തിൽ ഇറങ്ങും. സഹാബു, അനാൻ എന്ന് പറഞ്ഞാൽ കാർമേഘം എന്നർത്ഥം. അപ്പോൾ തദ്കുറുൽ അമ്ര, അങ്ങനെ മലക്കൾ തമ്മിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ, വിഷയങ്ങൾ സംസാരിക്കും.
ഹുലീഫി സമാ, മേൽഭാഗത്ത് തീരുമാനിക്കപ്പെട്ടതൊക്കെ ഇന്നാ നേരത്ത് മഴ പെയ്യണം, ഇന്നാല് ചങ്ങാതിൻ്റെ മകള് മരിക്കണം, ഇന്നാലും എനിക്ക് എന്ത് ചെയ്യണം, ലോട്ടറി അടിച്ചു, ഈ ആദ്യം കുറേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരു തമ്മിൽ അങ്ങനെ അങ്ങോട്ട് പറയും. അപ്പോൾ എസ്തരിക്കു ഷെയ്ത്താനു, അപ്പോൾ ഒരു പിശാച്ച് കട്ട് കേൾക്കും. തൻ്റെ കേൾവിയെ കക്കും എന്ന് പറഞ്ഞാൽ കട്ട് കേൾക്കും. ഫെസ്മഹു കേൾക്കുകയും ഫെസ്മഹു ഇങ്ങോട്ട് കേൾക്കുകയും ചെയ്യും. കളവ് കേൾക്കാൻ വേണ്ടി ഒളിച്ചെന്ന് കേൾക്കാൻ ശ്രമിക്കും, കേൾക്കുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ യൂഹിഹി കിടന്നോ പറഞ്ഞു കൊടുക്കും. ആരിലേക്ക്? ഇൽ ഖുഹാനി, ജ്യോത്സ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും. വെഹ്ദിബൂന മഹ, അങ്ങോട്ട് ഈ ജ്യോത്സ്യന്മാർ ഈ ഒരു സത്യത്തിലേക്ക് കളവാക്കി കൂട്ടും. ഏത്ത ഗതിപത്തി 100 കളവ് പോലെ വക കൂട്ടുകയും ചെയ്യും. ഇന്ത്യ അംസയും സ്വന്തം ഡ്രസ്സിൻ്റെ വക്കയിൽ നിന്ന്. കൗലുഹു ഫയഖുറുഹ എന്ന് പറഞ്ഞ അർത്ഥം ഹുബി ഫത്തിഹിൽ യാ ഇ ഉലമ്മിൽ കാഫി വറായി. യഖുറുഹ എന്ന് വായിക്കണം. യുൽഖിഹ ഇട്ടുകൊടുക്കുന്ന അർത്ഥം. അപ്പോൾ അനാനു എന്ന് പറഞ്ഞാൽ ബി ഫത്തിൽ ഐന് ഫത്ത് കൊണ്ട് വായിക്കണം. ഐനാനല്ല അനാനാണ്. കാർമേഘം എന്ന അർത്ഥം നേരത്തെ കഴിഞ്ഞു പോവുകയും ചെയ്തത്. വൻ സഫിയത്ത ബിൻതി ഉബൈദിൻ അൻ ബാലി അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ തൊട്ട് അന്നഹു കാല, മുത്തനബി പറയാണ്, മൻ അത്ത അറാഫൻ, ആരെങ്കിലും എനിക്ക് മറഞ്ഞ വഴിക്ക് മോഷണം വെച്ച സാധനം, കൈമോശം വന്ന സാധനം കറിയുമെന്ന് വാദിക്കുന്ന ആഴത്തേക്ക് ചെന്നാൽ ഫസാലഹുവൻ ഷെയ്യിൻ, ഒരു ഷെയ്നെ തൊട്ട് ചോദിക്കുകയും ചെയ്തു. ഫസദ്ദഖഹു, പറഞ്ഞ് അങ്ങനെയാണ് വിശ്വസിക്കുകയും ചെയ്താൽ ലം തുഖ്ബൽ ലഹു സലാത്തു 40 യൗമൻ, 40 ദിവസം പോകാൻ നിസ്കാരത്തിൽ സ്വീകരിക്കപ്പെടുന്ന അല്ല. റവാഹു മുസ്ലിം. ഇതിനെ പറ്റിയൊക്കെ ഒരു ചർച്ച ചെയ്യാൻ കേട്ടോ, ഒറ്റയ്ക്ക് പറയാനായിട്ടില്ല, ഒരുപാട് കാര്യങ്ങളോട് പറയാനുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൻ ഖബീസത്ത ബിനിൽ മുഖാരിഖ് റളിയല്ലാഹു അൻഹു, ഖബീസത്ത് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് അന്നഹു ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂൽ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഇയാഫത്തു വത്തിയറത്തു വത്തർഖു, അത് 3 മിനൽ ജിബ്ത്ത്. ജിബിത്തി വത്താകൂത്ത് ഖുർആനിൽ പറഞ്ഞില്ലേ, ആ ജിബിത്തിൽപ്പെട്ടതാണ്. ജിബിത്തിൻ്റെ മായന ശേഷം ഇൻഷാ അല്ലാഹ് ഇബ്നു നബിറുല്ലാഹിൻ്റെ ജൗഹരി എന്നിട്ട് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും റവാഹു അബൂദാവൂദ ബി ഇസ്നാദിൻ ഹസൻ, നല്ല പരമ്പരയോട് കൂടി തന്നെ അബൂദാവൂദ് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വക്കാല ആയിമ ബഹുമാനോട് അബൂദാവൂദ് പറയുകയും ചെയ്തു, അത്തൊർക്ക്, ഈ തൊർക്ക് എന്ന് പറഞ്ഞാൽ സജുറു, ഭാഷാർത്ഥം സജുർ എന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് തടയെന്ന് പറഞ്ഞാൽ സജുറു ത്വയ്രി, പക്ഷിയുടെ തടയൽ എന്നാർക്കണം. വഹുവ, ഇവിടെ ഈ പക്ഷിയുടെ തടയൽ എന്ന് പറഞ്ഞാൽ യതയമ്മന ഔ യതശാഅമ ബി തയറാനിഹി, പക്ഷിയുടെ പറക്കൽ കൊണ്ട് ശുഭലക്ഷണമോ അപലക്ഷണമോ കാണലാണ്. ഫൈൻ താറ ഇല ജിഹത്തിൽ യമീനി, ഒരു പക്ഷിയെ ആട്ടിവിട്ടപ്പോൾ, കല്ലിട്ട് തെറിഞ്ഞാട്ടിയപ്പോൾ അത് വലത്തോട്ട് മാറിയാൽ തയമ്മന, അത് ശുഭലക്ഷണമായി കാണുകയും, വൈൻ താറയില ജിഹത്തിൽ യസാരി, ഇടത്തോട്ട് പറന്നാൽ തശാഅമ, അപലക്ഷണമായി കാണുകയും ചെയ്യുക. ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഹദീസിൽ തുറക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാല അബൂദാവൂദ എന്നൊരു പറയാണ്, ഇയാഫത്ത് എന്ന് പറഞ്ഞാൽ ഹത്തു, എഴുതുക എന്നർത്ഥം. കള്ളി വരച്ചിങ്ങാണ്ട് ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടുള്ള പരിപാടിയാണത്. കാൽ ജൗഹരി ഫി സിഹാഹിൽ ജൗഹരി എന്നൊരു പറയുന്നത് അൽ ജിബത്തു, ജിബത്ത് എന്ന് പറഞ്ഞ വാക്ക് കെലിമത്തും തഖഉ അല സനമി വൽ കാഹിനി വസാഹിരി വനഹവി ദാലിക, ബിംബം, ജ്യോത്സ്യൻ, മാരകപ്പണിക്കാരൻ, അതുപോലുള്ള ടീമിന് ഒന്നായിട്ട് പറഞ്ഞ വാക്കാണ് ഏത്, ജിബത്ത് എന്ന് സിഹാഹിൽ പറയുന്നതായിട്ട് സിഹാഹിൽ ജൗഹരി എന്നൊരു പറയുന്നുണ്ട്. പിന്നെ വൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇഖ്തബസ ഇൽമ മിനൻ നുജൂമി, നക്ഷത്രശാസ്ത്രത്തിൽ നിന്ന് ഒരു അറിവിനെ ഒരാൾ പഠിച്ചെടുത്താൽ ഇഖ്തബസ ശുഅബത്തൻ മിന സിഹർ, അവൻ മാരണത്തിൽ നിന്നുള്ള ഒരു ശാഖയെ അവൻ പിടിച്ചെടുത്തവനായി. ജാതമാസാദ, ഏറ്റവും ചെയ്തു. 1 പഠിച്ചാൽ 1, 2 പഠിച്ചാൽ 2, 100 പഠിച്ചാൽ 100. റവാഹു അബൂദാവൂദ ബി ഇസ്നാദിൻ സഹീഹിൻ. വൻ മുആവിയത ബിനിൽ ഹകം റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹ് ഇന്നി ഹദീസു അഹ്ദി ബിൽ ജാഹിലിയ്യത്തി, നബിയെ ഞാൻ പടുത്ത് ഇസ്ലാമിക്ക് വന്ന ആളാണ്, ഞാൻ ജാഹിലിയത്തോട് കാലം എടുത്ത ആളാണ്. വഖദ് ജാ അല്ലാഹു ബിൽ ഇസ്ലാം, അള്ളാഹു ഇസ്ലാമിനെ നമുക്ക് കൊണ്ടുവന്ന് തന്നു, അൽഹംദുലില്ലാഹ്. വഇന്ന മിന്നാ റിജാലൻ, എന്നാൽ നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട്, യഅ്തൂനൽ കുക്കാന, ഒരു പണിക്കന്മാരുടെ അടുത്തൊക്കെ ഒക്കെ പോകും. പിന്നെ കാല, തങ്ങൾ പറഞ്ഞു, ഫലാ തഅ്തിഹിം, പണിക്കന്മാരത്തേക്ക് പോകരുതിട്ട് പറഞ്ഞു. പിന്നെ ഫലാ തഅ്തിഹിം,
കൊൽത്തു ഞാൻ പറഞ്ഞു ഒമിന്ന രിജാലും യതതയ്യറൂന, ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട് ഓല് പക്ഷികളെ കൊണ്ട് ലക്ഷണം കാണും. വലത്തോട്ട് പാറി അങ്ങോട്ട്, ഇടത്തോട്ട് പാറി അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞാണ്. കാലത്തങ്ങൾ വെറുതാലൊക്കെ ചെയ്യും, അതൊരു സംഗതിയാണ്. യജിദൂനഹൂബി സുദൂരിയും, മനസ്സിൽ ഇങ്ങനെ തോന്നുക എന്നുള്ളതൊക്കെ. ഒരു വൈക്കിറങ്ങുമ്പം വയ്യ അടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായി ആ കാര്യം ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ മാതിരി അത് കൺസിൽ തോന്നുകയാണ്. ഫല യസുദ്ദുഹും, അതൊന്നും ഒരാളെ തടയാൻ പാടില്ല. പക്ഷിയാണ്ട് പാറി ഇന്നിപ്പോൾ പരിപാടി വേണ്ടാക്കുക, ഞാനൊന്നും ചെയ്യാൻ പാടില്ല, ചെയ്യാൻ വിചാരിച്ച് ചെയ്യണം. കുൽത്തു ഒമിന്ന റിജാലി യഹുത്തൂന, ഞങ്ങൾ കൂടുതൽ കുറേ ആൾക്കാരുണ്ട് ഓലിങ്ങനെ ഇത് വെച്ചു കള്ളി വരച്ച് കാണും, കണക്കൂട്ടിങ്ങാണ്ട് പരിപാടി കണ്ട്. അതെന്ത് ചോദിച്ചു. തങ്ങൾ പറയുന്നുണ്ട് കാന നബിയുമിനെ നബിയായി യഹുത്തു, മുൻകഴിഞ്ഞു പോയ ദാനിയേൽ നബിനെ പോലത്തെ ചില നെയ്മാരൊക്കെ എന്ത് ചെയ്യലുണ്ടായിരുന്നു, ഇങ്ങനെ എഴുതലുണ്ടായിരുന്നു, ഹത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ഫമൻ വാഫക ഹത്തുഹു, ആരെങ്കിലും ആ നബിയുടെ ഹത്തിനോട് ഒത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹത്തുഹു എന്നാണ് ഞങ്ങൾ വായിക്കാം, ഒരു മഫൂൽ കളയപ്പെട്ട വെച്ചാൽ മതി. പിന്നെ ആരുടെയും ഹത്ത് മഹാനുടെ ഹത്തിനോട് ഒത്തിട്ടുണ്ടെങ്കിൽ ഫദാക്ക, അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. റവാഹു മുസ്ലിം. ഇപ്പം അതറിയാൻ മാർഗ്ഗമല്ലല്ലോ. വൻ നബി മസ്ഊദ് ബദരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കനഹ, റസൂലുള്ള മുടക്കി അൻ സമനിൽ കെൽബി, നായ വിറ്റിട്ട് കിട്ടുന്ന കാശിനെ തൊട്ടും, മഹ്റിൽ ബഗി, വ്യഭിചരിക്കുന്ന പെണ്ണ് വ്യഭിചരിച്ചിട്ട് കിട്ടുന്നതായിരിക്കുന്ന ആ കാശിനെ തൊട്ടും, ഹുൽവാനിൽ കാഹിനി, ലക്ഷണം പറയുന്ന ഈ കാഹിനുണ്ടല്ലോ ജ്യോതിഷപ്പണിക്കാരൻ, ഓന് കിട്ടുന്ന കൈമടക്കിനെ തൊട്ടും റസൂലുള്ള വിലക്കി. മുത്തഫഖുൻ അലൈഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബുൻ നഹി അനി തതയ്യുരി, പക്ഷി ലക്ഷണം നോക്കലിനെ തൊട്ട് വിലക്കുന്ന ബാബ്. ഫീഹി അൽ ഹദീസു സാബിഖത്തു ഫിൽ ബാബി ഖബല, തൊട്ടുമ്പത്തെ ബാബിൽ മുൻകടന്നതായിരിക്കുന്ന ഹദീസൊക്കെ ഈ ബാബുമായി ബന്ധപ്പെട്ട തന്നെയാണ്. വൻ അനസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ അദ്വാ, പകർച്ചവ്യാധി എന്ന സംഗതി ഇല്ല, വല തുയറത്ത, പക്ഷിലക്ഷണവും ഇല്ല. എന്നാൽ യോജിബിനിയൽ ഫാലു, ഫാൽ എനിക്കിഷ്ടമാണ് കാരണം. കാലു സഹാബത്ത് ചോദിച്ചു അമൽ ഫാലു, എന്താ നിബിയെ ഫൗല് ചോദിച്ചു. കാല തങ്ങൾ പറഞ്ഞു ഫൗല് പറഞ്ഞാൽ കലിമത്തും തയ്യിബ, ശുഭലക്ഷണമുള്ള വാക്കാണ് കാരണം. ആദ്യം കേൾക്കുമ്പോൾ നല്ല വർത്താനം കേൾക്കുക. മുത്തഫഖുൻ അലൈഹി. വൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ അദ്വാ വലാ തിയറത, പിന്നെ അതുവല്ല തിയറത്തില്ല, അതിന് വിശീകരണക്ക് മുമ്പ് കഴിഞ്ഞിന്. വൈങ്കാന ശുഉമു ഫീ ഷൈഇൻ, എന്തെങ്കിലും ലക്ഷണക്കേട് എന്ന സംഗതി ഒരു വസ്തുവിലുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫഫിദ്ദാരി, വീടിലാണ്, വൽ മർഅത്തി, പെണ്ണിലുമാണ്, വൽ ഫറസി, കുതിരയിലുമാണ്. വണ്ടി ലക്ഷണം കെട്ട വണ്ടി ഉണ്ടാവും ചിലപ്പോൾ അല്ലേ, എപ്പോഴും തട്ടുക, എപ്പോഴും ആളെ കൊല്ലുക, അങ്ങനത്തെ വണ്ടി ഉണ്ടാവും. എന്താ വെച്ചാൽ വീടുണ്ടാവും, ആ വീട്ടിൽ താമസിക്കുമ്പോഴൊക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുള്ള വീടുണ്ടാവും. ചില പെണ്ണുങ്ങളുണ്ടാവും, ഒരു പെണ്ണ് വരിക്ക് കാലുത്തിയോട് കൂടി ആ വരിയിലൊന്നും ബുദ്ധിമുട്ടിക്കാനും. അപ്പോൾ പെണ്ണ്, വീട്, വാഹനം, ഈ 3 ലക്ഷണക്കേടുണ്ട്. ബുഖാരി മുസ്ലിമാണ്. മുത്തഫഖുൻ അലൈഹി. വൻ ബുറൈദ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന, തങ്ങളായിരുന്നു ലാ യതതയ്യറു, പക്ഷി ലക്ഷണം നോക്കാറുണ്ടായിരുന്നില്ല. റവാഹു അബൂ ദാവൂദ ബിസ്നാദിൻ സ്വഹീഹ്. വൻ ഉർവത ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ദുഖിറത്തി തിയറത്തു, പക്ഷി ലക്ഷണത്തെ കുറിച്ച് പറയപ്പെട്ടു ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഹദറത്ത് ഈ ലക്ഷണത്തെ പറ്റി പറയപ്പെട്ടപ്പോൾ ഫഖാല, തങ്ങൾ പറഞ്ഞു അഹ്സനുഹ അൽ ഫൗലു, ലക്ഷണത്തിന്റെ കൂട്ടത്തിൽ നല്ലതാണ് ഏത്, ഫൗല്, ശുഭലക്ഷണം. വലാത്തറുദ്ദു മുസ്ലിമൻ, എന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊന്നും മുസ്ലിമിനെ ഓൻ്റെ ലക്ഷ്യത്തിൽ തടയാൻ പാടില്ല. ഫഹിദറഹുമായക്കറഹു, അനിഷ്ടമായത് ഒരാൾക്ക് കാണേണ്ടി വന്നാൽ ഫല്യഖുൽ, ഓൻ പറയണം അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത, അല്ലാഹുവേ നന്മ നീ അല്ലാതെ കൊണ്ടുവരികയില്ല, വലാ യദ്ഫഉ സയ്യാതി ഇല്ലാ അൻത, സയ്യിഅത നീ അല്ലാതെ കൊണ്ടുവരികയില്ല, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക, ഹൗലും ഖുവത്തും നിന്നെ കൊണ്ടല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ മതി. ആ വാക്കുകൾ പറയാം. ഹദീസും സ്വഹീഹ്. റവാഹു അബൂ ദാവൂദ ബിസ്നാദിൻ സ്വഹീഹ്. അതാണ് ഇതിനുള്ള മാർഗം. ഏത് ഈ എന്തെങ്കിലും നമുക്ക് അനിഷ്ടമായത് വന്നാൽ ആ ദിക്ർ ചൊല്ലിയാൽ മതി.